നമുക്കറിയാം കോൺഗ്രസിലെ ഒരു വലിയ പ്രോസസ് അത് അവസാനിച്ചതിന് ശേഷമാണ് ഹൈക്കമാൻഡ് ഇത്തരം ഒരു തീരുമാനം പ്രഖ്യാപിച്ചത്. അത് കോൺഗ്രസിലെ ഒരു വലിയ ജനാധിപത്യത്തിൻ്റെ ഒരു സൗന്ദര്യത്തെയാണ് എടുത്ത് കാണിക്കുന്നത്. ഞങ്ങളുടെ ഇന്ദിരാ ഗ്യാരണ്ടി 5 ഗ്യാരണ്ടി നടപ്പാക്കാനാണ് ഈ ഗവൺമെൻറ് മുന്നിട്ടിറങ്ങുക. ആദ്യത്തെ മന്ത്രിസഭ കൂടുന്ന ആ അവസരത്തിൽ തന്നെ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണ കണക്കുകൂട്ടലുകൾക്കിടയിലും 10 ദിവസത്തെ അനിശ്ചിതത്വത്തിനും സമവായത്തിനും ഒടുവിൽ അങ്ങനെ കേരളക്കര കാത്തിരുന്ന ആ ഒരു പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടീം UDF നയിച്ച UDF ക്യാപ്റ്റൻ അമരക്കാരൻ VD സതീശൻ കേരള മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുമ്പോൾ വലിയ സന്തോഷത്തോടെയും ആത്മവിശ്വാസത്തോടെയും പ്രതീക്ഷയോടും കൂടെയാണ് ടീം UDF ഈ ഒരു പ്രഖ്യാപനത്തെ വരവേൽക്കുന്നത്. ചാനൽ 10 പ്രേക്ഷകരോടൊപ്പം KPCC ജനറൽ സെക്രട്ടറി V ബാബുരാജ് കൂടെയുണ്ട്. എന്തായാലും പട നയിച്ചവൻ, തേര് തെളിച്ചവൻ ഇക്കുറി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ സന്തോഷം പ്രകടിപ്പിക്കുന്നത്? വിജയൻ ഹൈക്കമാൻഡിന്റെ തീരുമാനം വന്ന ഏതാനും നിമിഷങ്ങളായതേ ഉള്ളൂ. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ, UDF പ്രവർത്തകർ, കോൺഗ്രസിന്റെ നേതാക്കന്മാർ എല്ലാവരും ആഗ്രഹിച്ച പോലെയുള്ള തീരുമാനമാണ് ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് വന്നിട്ടുള്ളത്. നമുക്കറിയാം കോൺഗ്രസിലെ ഒരു വലിയ പ്രോസസ് അത് അവസാനിച്ചതിന് ശേഷമാണ് ഹൈക്കമാൻഡ് ഇത്തരം ഒരു തീരുമാനം പ്രഖ്യാപിച്ചത്. അത് കോൺഗ്രസിലെ ഒരു വലിയ ജനാധിപത്യത്തിൻ്റെ ഒരു സൗന്ദര്യത്തെയാണ് എടുത്ത് കാണിക്കുന്നത്. എല്ലാ പ്രവർത്തകർക്കും, എല്ലാ നേതാക്കന്മാർക്കും, എല്ലാ ജനപ്രതിനിധികൾക്കും അഭിപ്രായം പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമുള്ള ഒരു മഹാപ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നത് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ നേതാക്കന്മാർ എല്ലാവരും, തലയെടുപ്പുള്ള നേതാക്കന്മാരൊക്കെ കോൺഗ്രസിലുള്ള പല നേതാക്കന്മാരുണ്ട്. എല്ലാവരെയും ഒരു സമവായം വരുത്തിക്കൊണ്ടാണ് ഹൈക്കമാൻഡ് ഇത്തരം ഒരു തീരുമാനം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ തീരുമാനം പ്രഖ്യാപിച്ച ശേഷം കേരളത്തിലെ ഒരു നേതാക്കന്മാരുടെ ഭാഗത്തും ഒരു അപശബ്ദം, ഒരു പ്രവർത്തകരുടെ ഭാഗത്തും ഒരു അപശബ്ദം പോലും ഉണ്ടാകാതെ ഏറ്റവും നല്ല രീതിയിലുള്ള തീരുമാനം പ്രഖ്യാപിച്ച ഹൈക്കമാൻഡ് ഞങ്ങളൊക്കെ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ പ്രിയങ്കരനായ നേതാവ് VD സതീശന് കേരളക്കര ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടിയുള്ള പരിപൂർണ പിന്തുണ KPCCയും അതുപോലെ മുഴുവൻ MLA-മാരും കൊടുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടക്കം തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. പ്രതിപക്ഷ പാർട്ടികളും ടീം UDF-ഉം വലിയ രീതിയിൽ പ്രവർത്തകർ ഉൾപ്പെടെ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരം ഒരു വിമർശനം ഈ ഒരു വിജയത്തിന്റെ മാറ്റ് കുറയുന്നതിന് കാരണമായില്ല. ഞാനത് നേരത്തെ പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഒരുപാട് പ്രോസസ്സുകൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ കോൺഗ്രസിന്റെ നേതാവിനെ പ്രഖ്യാപിക്കാൻ കഴിയുള്ളൂ. കഴിഞ്ഞ കാലങ്ങളിലുള്ള കീഴ്വഴക്കം മുഴുവൻ പാലിച്ചുകൊണ്ടാണ് ഇത്തവണയും ഇത്തരം ഒരു പ്രഖ്യാപനം ഹൈക്കമാൻഡ് നടത്തിയിട്ടുള്ളത്. അത് പ്രതിപക്ഷത്ത് നമുക്കറിയാം 35 സീറ്റുള്ള പ്രതിപക്ഷത്തിന് പോലും ഒരു പ്രതിപക്ഷ നേതാവിന് ഉപനേതാവിനെ തിരഞ്ഞെടുക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലേക്ക് CPI-നെ പോലെയുള്ള ഘടകകക്ഷികളെ തഴഞ്ഞുകൊണ്ടുള്ള പ്രഖ്യാപനം ഒക്കെ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ പിണറായി ഗവൺമെന്റ് അധികാരം പറ്റി 18 ദിവസം ഫലപ്രഖ്യാപനം വന്നതിന് ശേഷം 18 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തവരുടെ പ്രഖ്യാപനവും സത്യപ്രതിജ്ഞയൊക്കെ നടന്നത്. ഇപ്പോൾ 10 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് പ്രഖ്യാപിക്കാൻ സാധിച്ചു. അത് വലിയ രീതിയിലുള്ള ഒരു ജനാധിപത്യ പ്രക്രിയ നടപ്പാക്കിയത് കൊണ്ടാണ് എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് എല്ലാവരെയും അനുനയിപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ പ്രഖ്യാപനമാണ് ഹൈക്കമാൻഡ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് യാതൊരു പ്രയാസവും ഇല്ലാത്ത രീതിയിൽ ഈ ഗവൺമെന്റ് 5 വർഷം വളരെ ഭംഗിയായി ജനഹിതത്തിനനുസരിച്ച് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എന്തായാലും ചരിത്ര ഭൂരിപക്ഷത്തോടു കൂടെ UDF-നെ അധികാരത്തിലെത്തിയപ്പോൾ ജനങ്ങൾ വലിയ പ്രതീക്ഷയോട് കൂടെയാണ് ഈ ഒരു ഗവൺമെന്റിനെ വരവേൽക്കുന്നത്. KPCC ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ എന്തെല്ലാം ജനക്ഷേമ പ്രവർത്തനങ്ങളായിരിക്കും ഈ ഒരു പുതിയ ഗവൺമെന്റ് നേതൃത്വം നൽകുക? KPCCയും അതുപോലെ UDF-ഉം മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങളൊക്കെ പരിപൂർണമായി നടപ്പാക്കാൻ ഈ ഗവൺമെന്റിന് കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആദ്യം തന്നെ ഞങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ ഇന്ദിരാ ഗ്യാരണ്ടി 5 ഗ്യാരണ്ടി നടപ്പാക്കാനാണ് ഈ ഗവൺമെന്റ് മുന്നിട്ടിറങ്ങുക. ആദ്യത്തെ മന്ത്രിസഭ കൂടുന്ന ആ അവസരത്തിൽ തന്നെ പുതിയ 5 ഗ്യാരണ്ടികൾ UDF-യുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ AICC-യുടെ നേതാവ്, നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച ആ ഇന്ദിരാ ഗ്യാരണ്ടി അത് നടപ്പാക്കാനാണ് ആദ്യമായി നമ്മുടെ ഈ സർക്കാർ മുൻകൈയെടുക്കുക. അത് ജനപ്രിയമായ ഒരു ഗ്യാരണ്ടിയാണ്. അതുപോലെ തന്നെ ആളുകൾ എന്താണോ ആഗ്രഹിച്ചത്, കഴിഞ്ഞ 10 വർഷം ഈ കേരള ജനതയെ ദുരിതത്തിലേക്ക് നയിച്ച പിണറായി വിജയൻ ഗവൺമെന്റ് എന്താണ് ജനങ്ങൾക്ക് കൊടുക്കാതിരുന്നത്, അതൊക്കെ ഈ ജനങ്ങളിൽ UDF-ന്റെ ഗവൺമെന്റിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ജനങ്ങൾക്ക് വളരെ ആത്മാർത്ഥമായ ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ ഈ ഗവൺമെന്റ് ശ്രമിക്കും. ചരിത്ര ഭൂരിപക്ഷം നൽകി ടീം UDF-നെ ജനങ്ങൾ വീണ്ടും അധികാരത്തിലെത്തിയപ്പോൾ VD സതീശന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപനം വലിയ രീതിയിലുള്ള പ്രതീക്ഷയോട് കൂടെയാണ് ടീം UDF ഈ ഒരു വാർത്തയെ വരവേൽക്കുന്നത്. വലിയ രീതിയിലുള്ള സന്തോഷമാണ് KPCC ജനറൽ സെക്രട്ടറി V ബാബുരാജ് നമ്മളോട് പങ്കുവെക്കുന്നത്. മികച്ച രീതിയിലുള്ള പ്രവർത്തനം നടത്തി ഗവൺമെന്റ് മുന്നോട്ട് പോകുമെന്നും ജനക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് കൂടെ അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. പെരിന്തൽമണ്ണയിൽ നിന്നും ക്യാമറമാൻ KT പ്രമോദിനൊപ്പം അജ്നാസ് കൂടരഞ്ഞി, ചാനൽ 10 പെരിന്തൽമണ്ണ. Serene ambience, total
little indulgence. Traditional but revolutionary. Sensible diversity. Shopping aspirations beyond everyone's expectations. Progressive home electronics. Luminous hand-picked fruits. Freshest veggies. Finest groceries. Enticing gifts. Crockeries. And cosmetics. The value that always meets your expectations. Jamjoom Hypermarket. Exceeding expectations.